നമസ്കാരം. സുധീസ് കുക്ക്ഹൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ മഷ്റൂം ഗ്രേവിയുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കിടക്കാം. നമ്മളുടെ ഗ്രേവി തയ്യാറാക്കാനുള്ള പാത്രം ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഏതെണ്ണ വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 2 ഏലയ്ക്ക, 3 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, ഒരു ബേ ലീഫ് എന്നിവ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മൾ 1/2 ടീസ്പൂൺ ജീരകം, സാധാ ജീരകം കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾക്ക് ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെയൊക്കെ മണം ഒന്ന് പൊന്തി വരുമ്പോഴത്തേക്ക്, അതായത് ഒന്ന് മൂത്ത് അതിൻ്റെ മണമൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് 1 സവോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. എണ്ണയിലെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിന് ശേഷം നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമ്മുടെ ഈ ഉള്ളി നല്ലതായിട്ട് വഴളുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കുക. അപ്പോൾ വഴണ്ടതിന് ശേഷം നമുക്ക് അടുത്ത ആവശ്യമായിട്ടുള്ള പൊടിവകകളൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളി നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നമ്മുടെ ഉള്ളിയുടെ കൂട്ടത്തിൽ നല്ലതായിട്ട് ഇളക്കുക. എന്നിട്ട് ഇതിൻ്റെ ഈ പൊടിവകകളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ നല്ലതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 തക്കാളിയുടെ പ്യൂരിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നല്ലതായിട്ട് പറ്റുന്നിടം വരെ നമ്മൾ കണ്ടിന്യൂസ്ലി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അങ്ങനെ പറ്റി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മഷ്റൂം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ നമ്മളുടെ ആ ഒരു മസാലയ്ക്കൊപ്പം നല്ലതായിട്ട് ഇളക്കി എല്ലാം മിക്സ് ആകുന്ന രീതിയിൽ നമ്മൾ ഇളക്കിയെടുക്കുക. അപ്പോൾ നല്ലതായിട്ട് മിക്സായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു മൂടി ഉപയോഗിച്ച് അടച്ചു വയ്ക്കുക. ഇനി ഇത് നമ്മുടെ മഷ്റൂമിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ കിടന്നിട്ട് ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടച്ചു വയ്ക്കുന്നത്. അപ്പം നമ്മുടെ മഷ്റൂമിൽ നിന്നൊക്കെ വെള്ളമൊക്കെ വരാൻ തുടങ്ങി. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി നല്ലതായിട്ടൊരു ഗ്രേവിയുടെ പരുവത്തിലൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും ഒന്നും കൂടെ നമുക്കിങ്ങനെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് തന്നെ നമ്മളൊന്ന് കണ്ടിന്യൂ ചെയ്ത് പോവുക. അപ്പം നമുക്ക് നല്ലതായിട്ട് ഇതിനകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. അങ്ങനെ 5-6 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളുടെ ഈ ഗ്രേവി ഒന്ന് പറ്റി വരും. ആ സമയത്ത് നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് 1/4 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം കാഷ്യൂനട്ട് പേസ്റ്റ് ചേർത്തിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിക്കായിട്ട് ഒരു ക്രീമി ടെക്സ്ചർ നമ്മുടെ ഗ്രേവിക്ക് വരും. അപ്പോൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിള വരുമ്പോഴത്തേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കൊന്നും കൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയത്ത് ഗ്രേവി കുറച്ചും കൂടെ ഒന്ന് ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഒരു ശകലം വെള്ളം കൂടെ, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി എടുത്ത് അതിൻ്റെ തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, നമ്മുടെ ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി നമ്മുടെ കയ്യിലിട്ടിട്ട് ഒന്ന് നമ്മൾ പൊടിച്ചിട്ട് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമുക്ക് കറക്റ്റ് നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഡിഷിൻ്റെ ആ ഒരു ഫ്ലേവർ നമ്മുടെ കറിക്ക് കിട്ടും. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് തിള വരുമ്പോഴത്തേക്ക് നമ്മളുടെ കറി നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ നമ്മുടെ മഷ്റൂം ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെയൊക്കെ കൂടുതൽ നല്ലൊരു കോമ്പിനേഷനാണ്. അങ്ങനെ വളരെ ഈസി ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള മഷ്റൂം ഗ്രേവി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.